Hi friends, welcome to Aaruttan's World. ഇന്നത്തെ വീഡിയോ AWSന്റെ സെക്കൻഡ് പാർട്ടായ EC2 ഇൻസ്റ്റൻസിൽ എങ്ങനെ ഒരു വെബ് സെർവർ കോൺഫിഗറേഷൻ ചെയ്യാന്നുള്ളതാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലുള്ള ഇൻഫോ കാർഡിലും കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് AWSന്റെ സെക്കൻഡ് പാർട്ടായ വെബ് സെർവർ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളത് EC2 ഇൻസ്റ്റൻസിൽ വെബ് സെർവർ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതിൽ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് ആദ്യമായി Apache സെർവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി EC2 ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ചെയ്യുന്ന എല്ലാ കോൺഫിഗറേഷൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഏതൊരു സെർവർ കണക്ട് ചെയ്താലും നമ്മൾ ആ സെർവറിനെ ആദ്യം അപ്ഡേറ്റ് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുക. അതിനുള്ള കമാൻഡ് ആദ്യം കൊടുക്കുക. ഇത് ചെറിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിപ്പോൾ ഒരു Ubuntu സെർവറാണ്. Ubuntu സെർവറിൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ആ സെർവർ ഇൻസ്റ്റലേഷൻ രീതിയിൽ പ്രിപ്പയറായി കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓരോ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ന്യൂ സെർവർ ആയതുകൊണ്ടാണ് അവൻ്റെ അപ്ഗ്രേഡ് ഇത്രയും സമയമെടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻസെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ് AWS കൺസോളിൽ. അതിൽ തന്നെ ഞാൻ EC2 ഇൻസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡേഷൻ കംപ്ലീറ്റ് ആയി. അടുത്തായി നമുക്ക് ഇതിനകത്ത് എങ്ങനെ Apache സെർവർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള സ്റ്റെപ്സ് നോക്കാം. ഓക്കെ, അതിനെ ആദ്യത്തെ ലിങ്ക് കമാൻഡ് കോപ്പി ചെയ്യാം. അതാണ് Apache2 ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ലിങ്ക്. അത് ഒരു കൺഫർമേഷൻ ചോദിക്കും, അത് യെസ് കൊടുക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് Apache നമ്മുടെ എങ്ങനെയാണ് സ്റ്റാറ്റസ് എന്നറിയാനാണ്. സ്റ്റാറ്റസ് റണ്ണിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ Apache സെർവർ നമ്മുടെ ഇൻസ്റ്റൻസിൽ റണ്ണിങ് ആണ്. ജസ്റ്റ് നമ്മുടെ പബ്ലിക് APIയോ പബ്ലിക് DNSO കൊടുക്കുമ്പോൾ Apacheയുടെ വെൽക്കം പേജ് കിട്ടും. അടുത്തതായി നമുക്ക് PHP മോഡ്യൂൾ ആൻഡ് എക്സ്റ്റൻഷൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇത് വെബ് സെർവറിന് വേണ്ട ഒരു പ്ലഗിനാണ്. PHP മോഡ്യൂൾസാണ്. ഓക്കെ, അതിനെ കമാൻഡ് പേസ്റ്റ് ചെയ്യാം. PHPയുടെ മോഡ്യൂൾസും PHPയുടെ എക്സ്റ്റൻഷൻസുമാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നത്. ഞാൻ കോൺഫിഗർ ചെയ്യുന്നൊരു PHP വെബ് സെർവറാണ്. അതുകൊണ്ടാണ് PHPയുടെ മോഡ്യൂൾസ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അത് അടുത്ത എൻ്റെ എക്സ്റ്റൻഷൻസും നമുക്ക് കമാൻഡ് കോപ്പി ചെയ്യാം.
അടുത്തതായി നമുക്ക് ഈ സെർവറിൽ MySQL സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. MySQL ഒരു ഡാറ്റാബേസ് സെർവറാണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനുള്ള സ്റ്റെപ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓരോന്നോരോന്നായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്തതായി MySQLൻ്റെ സെക്യൂർ ഇൻസ്റ്റലേഷനാണ്. സെക്യൂർ ഇൻസ്റ്റലേഷൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് അതുപോലെ തന്നെ കൺഫർമേഷൻ ചെയ്യുക. കാര്യം ഇതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാലോ നമുക്ക് അടുത്ത സ്റ്റെപ്പായ phpMyAdmin ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കൺഫർമേഷൻസ് സ്റ്റെപ്സ് കറക്റ്റായിട്ട് യെസും നോയും കൊടുത്ത് തന്നെ പോവുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ MySQLൻ്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് നമുക്കൊരു കോംപ്ലക്സിറ്റി പാസ്വേഡ് തന്നെ കൊടുക്കുക. നോർമൽ പാസ്വേഡ്, ഈസി പാസ്വേഡ് കൊടുക്കാതിരിക്കുക. പ്രിവിലേജിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. പ്രിവിലേജ് സ്റ്റെപ്പ് നമുക്ക് കൊടുക്കുക. ഓക്കെ, അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി MySQL എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് ഈ കമാൻഡ് MySQL -u റൂട്ടാണ് യൂസർ, -p അടിക്കുമ്പോൾ നമുക്ക് യൂസർ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് അവിടെ ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ MySQLിലേക്ക് ലോഗിൻ ചെയ്യും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡേറ്റാബേസ് കാണാനായിട്ടുള്ള കമാൻഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റാബേസസ് അവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ MySQL ഇൻസ്റ്റലേഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അടുത്തതായി MySQL റിമോട്ട് ആക്സസ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ AWSൻ്റെ കൺസോളിൽ പോയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫയർവാൾ സെക്യൂരിറ്റി ഗ്രൂപ്പിനകത്ത് ഇൻബൗണ്ട് റൂളിൽ നമ്മുടെ MySQLൻ്റെ പോർട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബൈ ഡിഫോൾട്ട് MySQLൻ്റെ പോർട്ട് എന്ന് പറയുന്നത് 3306 ആണ്. അത് എല്ലാ MySQLനും 3306 ആണ് ഡിഫോൾട്ട് പോർട്ട്. അത് നമ്മൾ ഇൻബൗണ്ട് റൂളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് മിസ്സായി പോകരുത്. ഈ സ്റ്റെപ്പ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് നമ്മുടെ സെർവറിലോട്ട് MySQL കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ടൈപ്പ് MySQL കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ ആ പോർട്ട് നമ്പർ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് IP വേർഷൻ 4 കൊടുക്കുക. ഞാൻ തൽക്കാലം ഇപ്പോൾ എനിവെയർ എന്ന് കൊടുക്കുന്നുണ്ട്. എവിടെ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. ഇനി നമുക്ക് എങ്ങനെ Apache സെർവർ PHP ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിന് ജസ്റ്റ് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുക. അത് PHP info എന്ന് പറഞ്ഞ കമാൻഡാണ്. അത് നമ്മുടെ വെബ് സെർവറിൻ്റെ റൂട്ടായ var www.html പോയതിന് ശേഷം അവിടെ നമുക്ക് ആ കോഡ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ കോഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു info.php അല്ലെങ്കിൽ php.info ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ആവുന്ന ഫയലിനെ നമ്മൾ വെബ് സെർവർ വഴി IPO DNSO വഴി ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PHPയുടെ ഫുൾ ഡീറ്റെയിൽസ്, PHPയിൽ നമ്മൾ ഏതാണ് PHP വേർഷൻസ് എന്നുള്ളതും അതിൻ്റെ എക്ഷൻസ് ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ മെമ്മറി ലിമിറ്റും എല്ലാം നമുക്ക് തന്നെ ആ വ്യൂവിൽ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ആ കമാൻഡ്. ആ കമാൻഡോടെ പേസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങളെല്ലാം സെർച്ച് നോക്കുമ്പോൾ അവിടെ info.php എന്ന് പറയുന്നത് ആ info.php നമ്മൾ ബ്രൗസറിൽ കൊടുക്കുക. ഒരു 7.4.3 ആണ് അതിൻ്റെ എക്സ്റ്റൻഷൻസും അതിൻ്റെ മോഡ്യൂൾസും എല്ലാം കൂടി ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് phpMyAdmin എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. phpMyAdmin യൂസ് ചെയ്യുന്നത് നമുക്ക് ഡേറ്റാബേസിൻ്റെ കണക്ടിവിറ്റിക്കാണ്. ഒരു വെബ് UI ആണ് phpMyAdmin എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MySQLൻ്റെ സെക്യൂർ ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പിനനുസരിച്ചാണ് phpMyAdminൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ phpMyAdmin എറർ കാണിക്കും. അത് ഒരുപാട് സെർവേഴ്സിൽ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്സ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
ആ മുകളിൽ കാണുന്ന സ്റ്റെപ്സ് അതുപോലെ തന്നെ നിങ്ങളവിടെ കൺഫർമേഷൻ ചെയ്യുക. എങ്കിൽ phpMyAdmin ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ അപ്പാച്ചി സെർവറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇത് നമുക്ക് നോ കൊടുക്കുക. ഇത് DB കോൺഫിഗ് ആണ്, അത് നോ കൊടുക്കുക. പിന്നെ നമ്മൾ MySQLൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് അവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം phpMyAdmin എന്ന് നമ്മുടെ URL അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റാബേസ് കണക്ട് ചെയ്ത റൂട്ട് യൂസർ വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തത്. പക്ഷേ അത് phpMyAdmin ബൈ ഡിഫോൾട്ട് എനേബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് phpMyAdmin ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് phpMyAdmin എന്നുള്ള യൂസർ നെയിമിൻ്റെ പാസ്വേഡാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ phpMyAdmin ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിച്ച പാസ്വേഡ് അതാണ്. ആ പാസ്വേഡും യൂസർ നെയിം phpMyAdmin കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇത് സക്സസ്ഫുള്ളി ലോഗിൻ ആയിട്ടുണ്ട് വെബ് കൺസോളിൽ. അവിടെ ലോഗിൻ ചെയ്തതിനു ശേഷം അവിടെ കാണിക്കുന്ന ഡേറ്റാബേസും അതിപ്പോൾ തൽക്കാലം റൂട്ട് ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് അവിടെ കാണിക്കില്ല. ഇനി നമുക്ക് MySQL എങ്ങനെ റൂട്ട് ലോഗിൻ എനേബിൾ ചെയ്യാമെന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MySQL ലോഗിൻ ചെയ്യുക, അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് അതുപോലെ കൊടുക്കുക. അതായത് നമുക്ക് റൂട്ട് പ്രിവിലേജ് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ബൈ ഡിഫോൾട്ട് റൂട്ട് നമുക്ക് എനേബിൾ ആയിരിക്കത്തില്ല. അതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് പക്ഷേ റൂട്ട് ലോഗിൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അതിന് നമ്മൾ ഓൾട്ടർ യൂസറിൻ്റെ ഒരു കമാൻഡും പിന്നെ പ്രിവിലേജ് ഫ്ലഷ് ചെയ്യുന്ന ഒരു കമാൻഡുമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ലോഗിനായിട്ട് അവിടെ കയറാൻ പറ്റും. അത് അഡ്മിൻ്റെ പാസ്വേഡാണ് അവിടെ കൊടുക്കുന്നത്. അത് ഞാൻ ഹൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പുറത്തത് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ഹൈഡ് ചെയ്തേക്കുന്നത്. അവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അടുത്തതായി ഫ്ലഷ് പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വെബ് കൺസോളിൽ പോയതിന് ശേഷം നമുക്ക് ഈ റൂട്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി ലോഗിൻ ആയിട്ടുണ്ട്. നമ്മൾ കൺസോളിൽ കണ്ട പോലെ ഡേറ്റാബേസ് എല്ലാം അവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുക്കുക, ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഡേറ്റാബേസ് ക്രിയേഷനും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെബ് സെർവറിൽ എങ്ങനെ CMS അതായത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിന് അതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.